സ്വാമി ശരണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ശബരിമലയാണ്. ശബരിമല തന്ത്രി അകത്തായതോടുകൂടി പല പല അഭിപ്രായങ്ങൾ, പല പല കാര്യങ്ങൾ. അതിൽ ചിലതൊക്കെ ഞാൻ പറയാം. തന്ത്രി കുടുംബത്തിൻ്റെ അവകാശം അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണെന്നാണ്. ഒരിക്കലുമല്ല. അയ്യപ്പൻ്റെ പിതാവാൻ ഈ താഴവൻ തന്ത്രിമാരായിട്ടില്ല. ഹരിഹരസുതനാണ് അയ്യപ്പൻ. ഹരിയുടെയും ഹരൻ്റെയും മകനാണ് അയ്യപ്പൻ. അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഹരിഹരസുതൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ലാതെ കണ്ഠര രാജീവർ സുതനേ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ തന്ത്രി കുടുംബം കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? 100-150 വർഷത്തിൽ കൂടുതലായിട്ടില്ല. പരമാവധി 200. ആന്ധ്രാപ്രദേശുകാരാണ് ഈ തന്ത്രി കുടുംബക്കാർ. ആന്ധ്രയിൽ നിന്ന് ഇവിടെ കുടിയേറി വന്ന് രാജാവിനെ സ്വാധീനിച്ച് എങ്ങനെയോ ശബരിമലയിലെ തന്ത്രിസ്ഥാനം കൈവശമാക്കി. അവർ പിന്നെ അയ്യപ്പൻ്റെ അച്ഛനായി. അവർ അവകാശപ്പെടുന്നത് പരശുരാമൻ മഴുവെറിയാൻ വന്നപ്പോൾ അവരെയും കൂടെ കൂട്ടി. മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായിക്കഴിഞ്ഞ് അവരെ ഇവിടെ അവരോധിച്ചു എന്നാണ് പറയുന്നത്. പരശുരാമൻ ഇവിടെ മഴുവും എറിഞ്ഞിട്ടില്ല, വെട്ടിരുമ്പ് എറിഞ്ഞിട്ടില്ല, ഒരു കല്ല് പോലും പെറുക്കി എറിഞ്ഞിട്ടില്ല. കേരളം പരശുരാമൻ ഉണ്ടാക്കിയതുമല്ല. അതൊരു സങ്കല്പം, ഒരു ഐതിഹ്യം. അതിനപ്പുറം ഒന്നും ഹിന്ദു ജനത വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മലയാള ഭാഷ ഉണ്ടായിട്ട് പോലും വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. 100-150 വർഷത്തിൽ കൂടുതലൊന്നും മലയാള ഭാഷ ഇതുപോലുള്ള രീതിയിൽ ആയിട്ടില്ല ഉണ്ടായിട്ടുള്ളത്. അത് പഴയ സാഹിത്യങ്ങളെല്ലാം തമിഴ് കലർന്ന മലയാളമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പിതൃസ്ഥാനം വെറും ശുദ്ധ കളവാണ്. പിന്നെ തന്ത്രിമാരുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ക്ഷേത്രത്തിൽ? ക്ഷേത്രത്തിലെ പുനരുദ്ധാരണം, വിഗ്രഹപ്രതിഷ്ഠ, പുനഃപ്രതിഷ്ഠ, കൊടിമര സ്ഥാപനം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മാത്രമാണ് തന്ത്രിമാരുടെ ആവശ്യമുള്ളത്. ദൈനംദിന പൂജകളിലൊന്നും തന്ത്രിമാരുടെ ആവശ്യമില്ല. ഉത്സവങ്ങൾക്ക് പോലും തന്ത്രിമാരുടെ ആവശ്യമില്ല. ചില നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. തന്ത്രിമാർ നേരിട്ട് ഉത്സവം നടത്തുകയോ ഉത്സവത്തിന് പൂജ നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. നമ്മൾ പല ക്ഷേത്രങ്ങളും കാണുന്നതാണ്. അവിടെങ്ങും ഫുൾ ടൈം തന്ത്രിമാരില്ല. ശബരിമല മാത്രം ഈ തന്ത്രി ഫുൾ ടൈം തന്ത്രിയാണ്. മൊത്തം സമയവും അയാൾ അവിടെയുണ്ട്. അതിൻ്റെ കാരണം പണപ്പിരിവ് തന്നെയാണ്. പണത്തിനോട് അത്യാർത്തിയുള്ള ഒരു കുടുംബക്കാരാണ് ഈ താഴവൻ തന്ത്രി കുടുംബക്കാർ. അതിനൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വീടിനടുത്ത് വാഴമുട്ട ഈസ്റ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ. ആ സമയത്ത് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞു തന്ത്രിയെ കൊണ്ടുവരണം, കണ്ഠര രാജീവരെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ കണ്ഠര രാജീവരെ പോയി കണ്ടു. 1 ലക്ഷം രൂപ, അതായത് 10-20 വർഷത്തിന് മുമ്പ് 1 ലക്ഷം രൂപ ഇല്ലാതെ അയാൾ വരില്ല എന്ന് പറഞ്ഞു. അന്നത്തെ 1 ലക്ഷം രൂപ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു 10-15 ലക്ഷം രൂപ വരും. കുറഞ്ഞ 10 ലക്ഷം രൂപയെങ്കിലും വരും. ഇയാൾ വന്നു. ഇയാൾ വിഗ്രഹപ്രതിഷ്ഠയൊക്കെ നടത്തി അമ്പലത്തിൽ ഭക്തരിട്ട ദക്ഷിണ പോലും വാരിക്കെട്ടി അയാളുടെ പാട്ടിന് പോയി. ഇത് ഇവിടുത്തെ അനുഭവമാണ്. വാഴമുട്ടം നിവാസികളോട് ചോദിച്ചാൽ അത് പറയും. അത്ര വൃത്തികെട്ടവനാണ് ഈ തന്ത്രി. അയാൾ അകത്ത് പോയത് ഈശ്വരഹിതം തന്നെയാണ്. ശബരിമല ശാസ്താവ് എന്നല്ല, അമ്പലത്തിനോട് ചേർന്ന് നിന്ന് എന്തൊക്കെ കമ്മട്ടങ്ങൾ കാണിച്ചോ അവർക്കൊക്കെ ചില ധനസ്ഥിതികളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒന്നും അനുഭവിക്കാൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ശബരിമല പലരും വലിയ കച്ചവടങ്ങളൊക്കെ നടത്തും. കാശ് ശരിക്കും ഉണ്ടാക്കാറുണ്ട്. പല അമ്പലങ്ങളിലുമുണ്ട്. ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കാശ് ആവോളം ഉണ്ടാക്കും. അത് അതുപോലെ തന്നെ പോകും. ഓരോ അമ്പലത്തിൻ്റെയും പരിസരത്ത് കച്ചവടം നടത്തുന്നവരുടെ കുടുംബവും ജീവിതവും ഒക്കെ ഒന്ന് നോക്കിക്കണ്ടാൽ മനസ്സിലാകും ഇതൊന്നും നിലനിൽക്കുന്നതല്ല. കാരണം എന്താ? ധർമ്മവിരുദ്ധമായി, സത്യവിരുദ്ധമായി കബളിപ്പിച്ച് കച്ചവടം നടത്തുന്നവരാണ് ഈ കച്ചവടക്കാർ. അന്നേരം ഈ ധർമ്മമില്ലാത്ത പണം, മോഷ്ടിക്കുന്ന പണം, ഇതൊന്നും നിലനിൽക്കത്തില്ല. അത് ഭഗവാന്റെ ആയാലും വ്യക്തികളുടെ ആയാലും ആരുടേതായാലും. ഭഗവാന്റെ പണം മോഷ്ടിച്ചുകൊണ്ട് പ്രത്യേക ദോഷമോ പ്രത്യേക ശാപമോ ഒന്നുമില്ല. അത് ഏതൊരു വ്യക്തിയുടെ ആയാലും അനധികൃതമായി നമുക്ക് അർഹിക്കപ്പെടാത്ത പണം മോഷ്ടിച്ചെടുത്താൽ അതിൻ്റെ ഫലം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. പല അനുഭവങ്ങളും അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഈ തന്ത്രി കുടുംബത്തിൽ ഇരുന്നവരെല്ലാം ഇതുപോലെ തന്നെ മോഷണം നടത്തിയിട്ടുള്ളവരാണ്. അതൊന്നും പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് മാത്രമാണ് സത്യം.
പിടിക്കപ്പെട്ടത് ഇപ്പോഴാണ്. ഇതിനു മുമ്പ് കണ്ഠരർ മോഹനരായിരുന്നു. അവർ ചേട്ടനിയ മക്കളോ അങ്ങനത്തെ ബന്ധുക്കളൊക്കെയാണ്. ഇപ്പം കണ്ഠരർ രാജീവരുന്നു. കണ്ഠരർ മോഹനർ പോകാൻ കാരണം സന്നിധാനത്തിലിരുന്ന് മദ്യപിച്ചു. സന്നിധാനത്തിൽ മറ്റു ചില ഏർപ്പാടുകളിലൊക്കെ പോയി ഫ്ലാറ്റ് തന്ത്രി എന്നറിയപ്പെടുന്ന ആളാണ് കണ്ഠരർ മോഹനർ. വെള്ളമടിച്ച് പഴുത്തിരിക്കുന്ന ഒരാളാണ്. ഗായത്രി മന്ത്രം പോലും അറിയാത്ത ഒരു ഏഭ്യൻ. ഈ താഴമൺ തന്ത്രി കുടുംബത്തിലെ ആർക്കും സംസ്കൃതവും അറിയത്തില്ല. കുറേ മന്ത്രങ്ങളൊക്കെ കശുപുശുപുഷാന്ന് പറയും. അതൊക്കെ മന്ത്രമാണോ ഇനി തെറിയാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. സംസ്കൃതം അറിയത്തില്ല, മന്ത്രങ്ങൾ അറിയത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചുണ്ടാവും ഈ പൂജാരിമാർ ഭൂരിപക്ഷവും ജപിക്കുന്ന മന്ത്രങ്ങൾ വ്യക്തമായി പറയത്തില്ല. വ്യക്തമായി പറഞ്ഞാൽ അതിലെ തെറ്റ് മനസ്സിലാക്കും. തെറ്റ് മനസ്സിലായിരിക്കാൻ എന്ന് പറയും, ഇതിടും, പിന്നെ കുറേ മുദ്രയും കാണിക്കും. ഇതൊക്കെ ഭഗവാനെ ആവാഹിക്കാനാണെന്നാണ് വെയ്പ്പ്. ഇതിലൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകും. ഇതൊക്കെ വെറും കമ്മട്ടങ്ങളാണ്, കളിപ്പീരാണ്. നമ്മുടെ ഈ പൂജാരി പുരോഹിത വർഗം ഇല്ലാതാകണം. ഈ പൂജാരി പൗരോഹിത്യം ഇല്ലാതാവണം. സർവസംഘപരിത്യാഗികളായ സന്യാസിമാരുണ്ട്, കോർപ്പറേറ്റ് സന്യാസികളല്ല. സർവസംഘപരിത്യാഗികളായ സന്യാസിമാർ ആവോളം നമുക്കുണ്ട്. തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ചവർ. അവർ ജന്മന ബ്രാഹ്മണരൊന്നും ആകണമെന്നില്ല, എങ്കിലും ബൗദ്ധികമായും ധാർമ്മികമായും മുകളിൽ നിൽക്കുന്നവരാണ്. മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പഠിച്ചവരാണ്. അവരെയൊക്കെ ഇതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരണം. മന്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു. ഞാൻ 1999 മുതൽ മലയാലപ്പുഴ അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും തൊഴുന്ന ഒരു ഭക്തനാണ്. അതായത് ഇപ്പോൾ 27 വർഷമായി. 2000-2001 കാലഘട്ടത്തിൽ ഞാൻ ഭദ്രകാളി അഷ്ടോത്തര ശതസ്തോത്രം അമ്പലത്തിലിരുന്ന് ജപിക്കുകയുണ്ടായി. ഇച്ചിരി കുറച്ച് ഉച്ചത്തിലാണ് ജപിക്കുന്നത്. അപ്പോൾ അന്നത്തെ മേൽശാന്തിയായ ഒരു പോറ്റി വന്ന് എന്നോട് ചോദിച്ചു, മന്ത്രം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇതെങ്ങനെ ചൊല്ലുന്നേ? ഞാൻ നോക്കി പഠിച്ചതാ, പുസ്തകത്തിൽ നോക്കി പഠിച്ചതാ എന്ന് പറഞ്ഞു. അങ്ങനെ ചൊല്ലിക്കൂടാ, അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ടങ്ങ് ചൊറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനും ഭദ്രകാളിയായിട്ടുള്ള ഇടപാടാണ്, അങ്ങനെ ദോഷം വരുവാണെങ്കിൽ ഭദ്രകാളി എനിക്ക് തന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അയാളൊന്നും മിണ്ടിയില്ല. അന്നേരം അത് കഴിഞ്ഞിട്ട് എനിക്ക് പരിചിതനായ ഒരു വലിയ പോറ്റിയുണ്ട്, വലിയ പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുന്ന ആൾ, പേര് പറയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു, ഇന്ന് വല്ല ദോഷമുണ്ടോ? എനിക്കൊരു സംശയം, ഇനി വല്ല ദോഷമുണ്ടോ? പിന്നെ പുള്ളി പറയാണ്, അതേ, ഉപനയനം കഴിയാത്തവരും സ്ത്രീകളും മന്ത്രം ജപിക്കരുതെന്നാണ് നിയമം. ചില മന്ത്രങ്ങളൊന്നും ജപിച്ചുകൂടാ എന്നോട് അയാൾ പറയുക. അന്ന് നിർത്തി ഈ പോറ്റിമാരോടുള്ള ലൂഹ്യം. അതായത് ശൂദ്രനായ ഞാൻ, ഉപനയനം കഴിയാത്ത ഞാൻ മന്ത്രം ജപിച്ചുകൂടാ. അതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ രീതി. നമ്മൾ മന്ത്രം ജപിച്ചാൽ അവരുടെ കള്ളത്തരങ്ങൾ പോകും. പിന്നെ ഇവർ ആവശ്യമില്ലാതെ വരും. മന്ത്രം ആർക്കും ജപിക്കാം. അല്പസ്വല്പം തെറ്റുണ്ടായാലും ഭഗവാൻ ശ്രമിക്കും. മന്ത്രം പിഴച്ചാൽ വലിയ കുഴപ്പമാണെന്നൊക്കെ ഇവർ പറയും. അതൊന്നുമല്ല. നമ്മുടെ അറിവില്ലായ്മ ഭഗവാൻ അറിയണം. നമ്മുടെ അറിവില്ലായ്മ ഭഗവാൻ അറിയും. നമ്മുടെ അറിവില്ലായ്മ ഭഗവാൻ ക്ഷമിക്കും, അല്ലെ ഭഗവതി ക്ഷമിക്കും. അത് ഇവർ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുക. മന്ത്രങ്ങളൊന്നും നമ്മൾ ജപിച്ചുകൂടാ, അതൊക്കെ അവരുടെ കുത്തകയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ലാഭേച്ഛയില്ലാത്ത ദേവസ്വം ഭാരവാഹികളും വരണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ നിലനിൽക്കും. ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം വെറും മോഷണത്തിൻ്റെ കേദാരമാണ്. മോഷ്ടിക്കാനുള്ള ഒരു മാധ്യമമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. എങ്ങനെയും കാശുണ്ടാക്കുക. നമുക്ക് ശബരിമല ചെന്നാൽ അറിയാം. താഴെ ഗണപതി അമ്പലത്തിൽ അവിടെ കുറേ ചരടുമായിട്ട് ആൾക്കാരിരിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പ്രസാദം തരും, ചരട് തരും. പ്രസാദം നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ, വിലയ്ക്കകത്ത് തരണമെന്നുണ്ടെങ്കിൽ 50 രൂപ 100 രൂപ കൊടുക്കണം, അല്ലാതെ തരത്തില്ല. ഭഗവാന്റെ പ്രസാദമാണ്, തരത്തില്ല. എല്ലാം കാശ്. അത് മാളിയപ്പുറത്തായാലും ഇങ്ങനെ ഭിക്ഷക്കാരിരിക്കുന്നതിൻ്റെ കൂട്ടിരിക്കുക. ഭിക്ഷാന്തഹികളാണ് ഇവർ. യാതൊരു ഉളുപ്പുമില്ലാതെ ഭഗവാനെ പൂജിക്കാനിരിക്കുന്ന ഈ വർഗം, കള്ളക്കൂട്ടം. ഈ കള്ളക്കൂട്ടത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ നിശിതമായി വിമർശിക്കണം. ഇത് നമ്മുടെ സമൂഹത്തിന് വളരെ കേടുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രാചാരങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് ക്ഷേത്രാചാരങ്ങൾ. പണ്ടൊക്കെ കല്യാണത്തിന് ഒരു ദിവസത്തെ ചടങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കല്യാണത്തിന് മുമ്പും പിമ്പുമായിട്ട് 5, 6, 7 ദിവസത്തെ ചടങ്ങുകളാണ്.
അതുണ്ടാക്കിയെടുത്തത് ആരൊക്കെയാണ്? ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരാണ്. പുതിയ പുതിയ പരിപാടികൾ, മൈലാഞ്ചി കല്യാണം, വേറെ കുന്തം കുറച്ചക്രം, ഡേറ്റിംഗ്, ഏതൊക്കെയോ. ഇത് നമ്മുടെ കാശടിക്കാനുള്ള പരിപാടി. എന്നതുപോലെ തന്നെയാണ് അമ്പലങ്ങളിൽ പുതിയ പുതിയ ആചാരങ്ങൾ. നമ്മൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ആചാരങ്ങൾ കൂടിക്കൂടി വരികയാണ്, പൂജകൾ കൂടിക്കൂടി വരികയാണ്. സപ്താഹങ്ങൾ, നവാഹങ്ങൾ, ദശാഹങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ഇതെല്ലാം പണം അടിക്കാനുള്ള, പണം കൈക്കലാക്കാനുള്ള കുതന്ത്രങ്ങളാണ്. അമ്പലത്തിൻ്റെ പൂജാരിമാരും അതിൻ്റെ ഭാരവാഹികളും അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്കും ലാഭം ഉണ്ടാക്കാനുള്ള കുതന്ത്രങ്ങൾ. നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ മോഷണം നടക്കുന്നത്. അതിന് കാരണമുണ്ട്. അവിടെ വരുന്ന പണത്തിന് കണക്കില്ല. ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ ആണെങ്കിൽ ഓരോ വീട്ടുകാർ കൊടുക്കുന്നതിനും ഓരോരുത്തർ കൊടുക്കുന്നതിനും കണക്കുണ്ട്. അവർക്ക് പരിശോധിക്കാം. പ്രത്യേക കമ്മിറ്റിയുണ്ട്, അവർക്ക് ചോദ്യം ചെയ്യാം. വെറുതെ എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അല്ലറ ചില്ലറ മോഷണമൊക്കെ നടക്കൂ, മൊത്തം കൂടെ അടിച്ചുകൊണ്ട് പോകാൻ നടക്കത്തില്ല. പക്ഷേ നമ്മുടെ ക്ഷേത്രങ്ങളിൽ മൊത്തം കൂടെ അടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്നും 200 വർഷത്തിന് താഴെ ഈ കേരളത്തിൽ വന്ന ഈ തന്ത്രി കുടുംബമൊന്നുമല്ല, അവിടുന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്ന് ചേക്കേറി. പിന്നെ അവർ രാജാവിനെ എൻ്റെ അടുത്ത് പോയി രാജാവിനെ പ്രീതിപ്പെടുത്തി അവർ തന്ത്രിമാരായി. ഇതിൽ ഒരൊറ്റ തന്ത്രിക്കും മന്ത്രവും അറിയത്തില്ല, തന്ത്രവും അറിയത്തില്ല. അവർ വായി തോന്നുന്നതൊക്കെ ഓരോന്ന് പറയും. അത് മന്ത്രവും തന്ത്രവുമാണ്. അത്യാഗ്രഹി കൂട്ടം. ഇവരൊന്നും ഒരു തരത്തിലുള്ള ഒരു നിഷ്ഠയുമുള്ളവരല്ല, നല്ല രീതി ജീവിക്കുന്നവരല്ല. മന്ത്രവും അറിയത്തില്ല, തന്ത്രവും അറിയത്തില്ല, ജപവുമില്ല, സാധനയില്ല, ഒന്നുമില്ല. നമ്മളെ കബളിപ്പിക്കാൻ ഉടലെടുത്ത കള്ളക്കൂട്ടങ്ങൾ. എനിക്ക് ഈ സ്വർണ്ണമോഷണത്തിൽ ഈ തന്ത്രിയോട് മാത്രമാണ് ഇത്രയേറെ വിരോധം. കാരണം എന്തെന്നറിയാമോ? പത്മകുമാറും വാസുവും മുരാരി സാബുവും ഉണ്ണിക്കിട്ടൻ പോറ്റിയും ഒക്കെ താൽക്കാലിക ജന്മങ്ങളാണ്. താൽക്കാലികമായി അവിടെ വന്നുപെട്ടവരാണ്. അവർക്ക് സ്ഥിരമായി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ തന്ത്രിയും തന്ത്രിയുടെ തന്തയും തന്തയുടെ തന്തയും ഒക്കെ അവിടുത്തെ തന്ത്രിമാരായിരുന്നു. അവർ ഈ അമ്പലം കൊണ്ട് യഥേഷ്ടം സമ്പാദിച്ച് ഇഷ്ടം പോലെ പണമുണ്ടാക്കി സുഖിമാന്മാരായി അംഗീകാരത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നവരാണ്. സ്വന്തമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക, സ്വന്തം അധികാരത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം, സ്വന്തം വീട് പോലെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ മുതൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ഹീനമാണ്. അയാൾക്കും അയാളുടെ തലമുറയ്ക്കും ജീവിക്കാനുള്ള വക അയ്യപ്പൻ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് മോഷ്ടിക്കാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതാണ് എനിക്ക് ഇയാളോട് ഇത്രയേറെ വൈരാഗ്യം, വാശി. ഇപ്പോൾ ഈ കണ്ഠരർ മോഹനരുടെ മകനും കണ്ഠരർ ഈ അകത്തായ രാജീവരുടെ മകനും ഒക്കെ തന്ത്രിമാരായിട്ട് ചെറുപ്പക്കാർ പിള്ളേർ കയറിയിട്ടുണ്ട്. അവന്മാരും ഇതിനപ്പുറം ഒന്നും വരില്ല. മോഷണം കണ്ടു വളർന്ന, കള്ളം കണ്ടു വളർന്ന തലമുറയിൽപ്പെട്ടവരാണവർ. അവരും മോഷ്ടിക്കും, അവരും കള്ളം കാണിക്കും. അതിനാൽ ഈ തന്ത്രി കുടുംബത്തിൻ്റെ അവകാശം ഇല്ലാതാകണം. നല്ല ശുദ്ധരായ സന്യാസിമാരുണ്ട്, തന്ത്രവും മന്ത്രവും ഒക്കെ പഠിച്ചവർ, സർവസംഘ പരിത്യാഗികൾ പലരുമുണ്ട്, ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ. കോർപ്പറേറ്റ് സന്യാസിമാരെ അല്ല ഞാൻ പറയുന്നത്, വടിവത്ത കാവിയും എടുത്ത് ചിരിച്ചുകൊണ്ട് നടക്കുന്ന സന്യാസിമാരെ അല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥ സന്യാസമുള്ള സന്യാസിമാരുണ്ട്, അവരെ ഏൽപ്പിക്കണം ഇതൊക്കെ. അവർക്കാവുമ്പോൾ ആർക്ക് വേണ്ടിയും സമ്പാദിക്കാനില്ല, അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യും. അതിനാൽ നമ്മൾ മാറണം, ഹിന്ദു ജനത മാറണം. നമ്മളെ ഈ വൃത്തികെട്ടവന്മാർ ചൂഷണം ചെയ്യരുത്. ദൗർബല്യത്തിൽ കയറി പിടിച്ച് നമ്മളെ ചൂഷണം ചെയ്യുന്നത് തടയണം. നമ്മുടെ അമ്പലങ്ങളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്, ഇഷ്ടം പോലെ വരുമാനം. ഹിന്ദു ജനതയ്ക്ക് ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് ചെയ്യുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അമ്പലത്തിൽ ഇഷ്ടംപോലെ വരുമാനം വരും. അമ്പലം പുതുക്കിപ്പണിയും, വലിയ ഗോപുരം ഉണ്ടാക്കും, സ്വർണ്ണം പതിയും, വെള്ളി പതിയും, എല്ലാം ചെയ്യും. ഈ ദരിദ്രരായ ഹിന്ദു ജനതയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അമ്പലത്തിൻ്റെ വക ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു ആശുപത്രി, അല്ലെങ്കിൽ ഒരു അനാഥാലയം, അല്ലെങ്കിൽ ഒരു വൃദ്ധസദനം, അല്ലെങ്കിൽ പാവം പിടിച്ച പിള്ളേർക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒരു സഹായം, ഇതൊന്നുമില്ല. മൊത്തം അടിച്ച് ദൂർത്ത് കളയുക, അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോവുക. ക്രിസ്ത്യാനികളെ കണ്ട് പഠിക്കണം എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു സ്കൂൾ കാണും. അവർക്ക് പറ്റുമെങ്കിൽ അവരൊരു ആശുപത്രി ഉണ്ടാക്കും.
അവരൊരു അനാഥാലയം ഉണ്ടാക്കും, ഒരു വൃദ്ധസദനം ഉണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കി അവർ സേവനം ചെയ്യും. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പറയും അതൊക്കെ മതപരിവർത്തനത്തിനാന്ന് പറയും. മതപരിവർത്തനം നടത്തിയാലും ഇല്ലെങ്കിലും അവർ ചെയ്യുന്ന സേവനം നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ പണം മുഴുവൻ ദൂർത്ത് പോവുകയാണ്, ദൂർത്ത്. അതിനെപ്പറ്റി നമ്മൾ വളരെ ആലോചിക്കണം, ഹിന്ദു ജനത ആലോചിക്കണം. അതിനാൽ സ്വാമി ശരണം ഇതിനൊരു മാറ്റമുണ്ടാകണം. ഈ മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ് പലരും ഇതിനെപ്പറ്റി പറയുന്നത്. സ്വാമി ശരണയ്യപ്പ.